കോഴിക്കോട് UDF ഭരിക്കുന്ന മണിയൂർ ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനാചരണത്തോടനുബന്ധിച്ച് നൽകിയ ക്ഷീര കർഷക അവാർഡിനെ ചൊല്ലി പ്രതിഷേധം. ക്ഷീര സഹകരണ സംഘങ്ങളിൽ സ്ഥിരമായി പാൽ അളക്കുന്ന യഥാർത്ഥ കർഷകരെ തഴഞ്ഞ് UDF ഭരണസമിതി സ്വതന്ത്രക്കാർക്ക് അവാർഡ് നൽകിയെന്നാണ് ആരോപണം. ഭരണസമിതിയുടെ രാഷ്ട്രീയ പക്ഷപാതത്തിനെതിരെ ക്ഷീര കർഷകർ പഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ പ്രതിഷേധിക്കുകയും കർഷക ദിനാചരണ പരിപാടി ബഹിഷ്കരിക്കുകയും ചെയ്തു. UDF ഭരിക്കുന്ന കോഴിക്കോട്ടെ മണിയൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ച കർഷക ദിനാചരണ പരിപാടിയാണ് കർഷകരുടെ പ്രതിഷേധം കാരണം വിവാദത്തിലായിരിക്കുന്നത്. പഞ്ചായത്തിലെ ക്ഷീര സഹകരണ സംഘങ്ങളിൽ ദിവസവും പാൽ നൽകുന്ന കർഷകരെ പൂർണ്ണമായും അവഗണിച്ചാണ് UDF ഭരണസമിതി തങ്ങൾക്ക് താല്പര്യമുള്ള വ്യക്തിക്ക് അവാർഡ് പ്രഖ്യാപിച്ചതെന്നാണ് കർഷകരുടെ പരാതി. ക്ഷീരസംഘങ്ങളിൽ പാലളക്കുന്ന കർഷകരെയാണ് മികച്ച കർഷകരായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക. നിലവിൽ മണിയൂർ പഞ്ചായത്തിൽ ഒരു സംഘത്തിലും ഈ വ്യക്തി പാലളക്കുന്നില്ല. പകരം പുറമേ നിന്ന് പാൽ വാങ്ങുകയും പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയും ചെയ്യുകയാണ്. ഇതിൽ പ്രതിഷേധിച്ച് ക്ഷീര കർഷകർ പഞ്ചായത്ത് സംഘടിപ്പിച്ച ഔദ്യോഗിക ചടങ്ങ് ബഹിഷ്കരിച്ചു. കർഷകരുടെ പ്രതിഷേധത്തെ തുടർന്ന് മുൻ തീരുമാനം മാറ്റാൻ ഭരണസമിതി നിർബന്ധിതരായി. മികച്ച ക്ഷീര കർഷകർ എന്നൊരു കാറ്റഗറി ജിയോ പ്രകാരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കമ്മിറ്റിയിൽ നിന്ന് വന്ന തീരുമാനപ്രകാരം മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് നൽകാനായിട്ട് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ച ഒരു അപേക്ഷ മാത്രമാണ്. തുടർന്ന് സൊസൈറ്റിയിൽ പാൽ നൽകുന്ന മറ്റൊരു കർഷകന് അവാർഡ് നൽകാൻ തീരുമാനിച്ചെങ്കിലും ആദ്യം അവാർഡിനായി തിരഞ്ഞെടുത്ത വ്യക്തിക്ക് ക്ഷീര സംരംഭകൻ എന്ന പുതിയ തസ്തികയുണ്ടാക്കി അവാർഡ് നൽകാനുള്ള നീക്കമാണ് വീണ്ടും പ്രതിഷേധത്തിന് ഇടയാക്കിയത്. പഞ്ചായത്ത് പത്രപരസ്യം നൽകി കർഷകരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചപ്പോൾ ക്ഷീര സംരംഭകൻ എന്നൊരു വിഭാഗം ഉണ്ടായിരുന്നില്ലെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.